നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ വരുന്ന 9 ദിവസത്തിനകം രക്ഷപ്പെടാൻ പോകുന്ന 7 നക്ഷത്ര ജാതകരെ കുറിച്ചാണ്. വളരെ വലിയ രീതിയിൽ സൗഭാഗ്യങ്ങൾ അനുഭവിക്കാനായിട്ട് പോകുന്ന, കഷ്ടതകളൊക്കെ ഒഴിഞ്ഞു മാറി ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹം നേടാൻ കഴിയുന്ന ഒരു 7 നക്ഷത്ര ജാതകരെ കുറിച്ചാണ് പറയുവാനായിട്ട് പോകുന്നത്. ജീവിതത്തിൽ ഒരുപാട് സമ്പൽ സമൃദ്ധി ഉണ്ടാകും, കഷ്ടതകൾക്കൊക്കെ ഒരു മാറ്റം കിട്ടും, പരിപൂർണ ഉയർച്ച തന്നെ ഉണ്ടാവുക തന്നെ ചെയ്യും. അതിൽ ആദ്യത്തെ നക്ഷത്ര ജാതകർ എന്ന് പറയുന്ന അശ്വതി നക്ഷത്ര ജാതകരാണ്. അശ്വതി നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ കാണുവാനായിട്ട് കഴിയുന്നത് പ്രയാസങ്ങളെ ഒക്കെ തരണം ചെയ്ത് ഒരു അനുഗ്രഹപ്രദമായ ഒരു കുടുംബജീവിതം നയിക്കാൻ കഴിയും എന്നുള്ള ഭാഗ്യം തന്നെയാകുന്നു. ഇവരനുഭവിക്കുന്ന ചെറിയ ചില പ്രയാസങ്ങളുണ്ട്, ഇവരനുഭവിക്കുന്ന തടസ്സങ്ങളുണ്ട്, മാനസിക സംഘർഷങ്ങളുണ്ട്, കടഭാരങ്ങൾ എങ്ങനെ വീട്ടുമെന്നതിനെയൊക്കെ ഓർത്ത് ആശങ്ക പ്രകടിപ്പിക്കുന്ന വ്യക്തികൾ കൂടിയാകുന്നു. എന്നാൽ ഇവരുടെ പ്രയാസങ്ങൾ മാറുമോ, ഇവരുടെ പ്രതിസന്ധികൾ മാറുമോ, ജീവിതത്തിൽ എപ്പോഴാണ് ഒരു ഉന്നമനം ഉണ്ടാവുക എന്നൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ വളരെ അടുത്ത നിമിഷം തന്നെ ഇവരുടെ ജീവിതത്തിൽ വളരെ വലിയ സൗഭാഗ്യങ്ങൾ ഉണ്ടാകുവാനായിട്ട് പോവുകയാണ്. രണ്ടാമത്തെ നക്ഷത്ര ജാതകർ എന്ന് പറയുന്നത് പൂയമാണ്. പൂയം നക്ഷത്രക്കാരുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം അനുഗ്രഹത്തിൻ്റെ നാളുകളാണ് കടന്നു വരുവാനായിട്ട് പോകുന്നത്. കടഭാരങ്ങളെ മാറ്റി നിർത്താം, അതുപോലെ തന്നെ സ്ഥാനക്കയറ്റങ്ങൾ ഉണ്ടാകാം, വസ്തു വാങ്ങുവാനുള്ള സാധ്യതകൾ ഉണ്ടാകാം, അതുപോലെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ നേടുവാനായിട്ട് കഴിയും. മൂന്നാമത്തെ നക്ഷത്ര ജാതകർ എന്ന് പറയുന്നത് വെല്ലുവിളികളെ ഒക്കെ തരണം ചെയ്ത് മുന്നേറാൻ സാധിക്കുന്ന ഒരു നക്ഷത്രമാകുന്നു അനിഴം നക്ഷത്ര ജാതകർ എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും കാര്യതടസ്സങ്ങളൊക്കെ മാറി ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ കടന്നു വരുന്ന ഒരു നക്ഷത്ര ജാതകർ തന്നെയാകുന്നു ഇവർ. ഇവരുടെ ജീവിതത്തിലും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എല്ലാം മാറി ഒരു നല്ല ഉപജീവന മാർഗങ്ങളൊക്കെ തെളിഞ്ഞു വരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അടുത്ത നക്ഷത്ര ജാതകർ എന്ന് പറയുന്നത് തൃക്കേട്ടയാകുന്നു. തൃക്കേട്ട നക്ഷത്ര ജാതകർക്ക് വലിയ അവസരങ്ങളാണ് കടന്നു വരുന്നത്. പ്രതികൂലമായ എല്ലാ സാഹചര്യങ്ങളും മാറുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ സന്തോഷ വാർത്ത തന്നെ കടന്നു വരും. അടുത്ത 5ാമത്തെ നക്ഷത്ര ജാതകർ എന്ന് പറയുന്നത് ഉത്രമാകുന്നു. ഉത്രം നക്ഷത്ര ജാതകർക്ക് കഴിഞ്ഞ ഒരുപാട് സമയങ്ങളായിട്ട് കഷ്ടതയുടെ സമയങ്ങളാണ്. ഒരു ആശ്വാസവാക്കോ ഒരു സമാധാനമോ ഒന്നും തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ലഭിച്ചിട്ടില്ല. അത്രത്തോളം മനോവിഷമം അനുഭവിക്കുന്ന നക്ഷത്ര ജാതകരായിട്ടാണ് കാണുവാനായിട്ട് കഴിയുന്നത്. ഈ നക്ഷത്ര ജാതകർക്ക് വൻ രീതിയിലുള്ള ഉയർച്ചയുണ്ടാകും. അടുത്തത് ആയില്യവും അതുപോലെ തന്നെ ചിത്തിരയുമാകുന്നു. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഒരല്പം പ്രയാസപ്പെടുമെങ്കിലും ഇവർ ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. സമ്പൽ സമൃദ്ധിയും അനുഗ്രഹവും ആരോഗ്യവും അങ്ങനെ തുടങ്ങി ഇവരുടെ ജീവിതത്തിൽ വളരെയധികം അനുഗ്രഹങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ തന്നെയാകുന്നു ആ 7 നക്ഷത്ര ജാതകർ. ഈ 7 നക്ഷത്ര ജാതകരെയും മറ്റ് നക്ഷത്ര ജാതകരെയും ഈശ്വരൻ അതിസമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനായി അഭ്യർത്ഥിക്കുന്നു. നന്ദി.